ഹായ്. ഇന്ന് നമുക്ക് കറി ഇല്ലാണ്ട് ഒരു ചപ്പാത്തി കഴിക്കാനുള്ള പരിപാടി നോക്കിയാലോ. അപ്പം കറി ഇല്ലാണ്ടൊരു ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നതിനായിട്ടൊന്ന് കാണാം. കറിയില്ല ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയുടെ ഉള്ളിൽ കറി വെച്ചിട്ട് അതിനായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിനെ അങ്ങോട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ രണ്ടായിട്ട് ഒന്ന് മുറിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ കറിയില്ല ചപ്പാത്തിക്ക് ഉള്ള മാവ് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്കുള്ള ബാക്കി ചേരുവകൾ എടുത്ത് വയ്ക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പം തൽക്കാലം നമ്മൾ ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുമ്പോൾ ബാക്കി ചേർക്കാം. നമ്മൾ കടുക് മാത്രം പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് സാധനം ഇച്ചിരി കരിവേപ്പില എങ്ങനെ ഇട്ട് വഴറ്റുവാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി പച്ചമുളക് കുട്ടികളെയും കരിവേപ്പില കുട്ടിയെയും ഉള്ളിയുടെ കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ അവിടെ ഇരുന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി അങ്ങോട്ട് നമുക്ക് ഉരിക്കാം. പുഴുങ്ങിയത് കൊണ്ട് തന്നെ വേഗം കിട്ടുന്നുണ്ട് കേട്ടോ. ചൂടുള്ളതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു താമസം എടുക്കാൻ. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുട്ടികളെ പിടിച്ചിട്ട് കണ്ടം തുണ്ടം വെട്ടി നുറുക്കുക കേട്ടോ. എന്തിനാണെന്നറിയോ, നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പം നല്ലപോലെ വെന്തതാണ്, എന്നാലും നല്ലപോലെ ഉടഞ്ഞു കിട്ടണമല്ലോ. നമുക്ക് സ്മാഷറൊക്കെ വെച്ച് ചെയ്യുന്നതിലും ആ അടുപ്പത്ത് തന്നെ ഇരുന്ന് അങ്ങോട്ട് ഉടഞ്ഞു കിട്ടിയ സംഭവം എളുപ്പമല്ലേ. അപ്പം ഇവനെ ഉടച്ചു വച്ചിട്ട് ഞാൻ ബാക്കി പരിപാടിയിലേക്ക് പോവുകയാണേ. അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. പിന്നെ ഈ ചപ്പാത്തി നമ്മളിതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അന്നൊക്കെ കാണാത്തവർക്ക് വേണ്ടി ഇന്ന് വീണ്ടും ഉണ്ടാക്കി. കുറേ കാലം കൂടി ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒന്ന് എടുത്തതാണ്. അപ്പം ഇത് കാണാത്തവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കാമല്ലോ. പിന്നെ നമുക്ക് കഴിക്കാൻ നേരത്ത് കുറച്ച് കാര്യം കൂടെയൊക്കെ നമുക്ക് പറയാൻ നോക്കാം കേട്ടോ. കുട്ടികളൊക്കെ അനുസരണയോടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവർക്ക് കുറച്ച് കൂട്ടിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മസാലകൾ ഇഷ്ടമുള്ളവർക്ക് മസാല ഇടാം കേട്ടോ. എനിക്ക് മസാലയോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാനില്ല. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പോരാത്ത ഒന്നും കൂടെ നമുക്ക് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കാം. അപ്പോൾ ഈ സ്മാഷ് സാധനങ്ങൾ ഇങ്ങനെയുള്ളതൊന്നും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കടകോലുണ്ടെങ്കിൽ അത് മതി കേട്ടോ. പിന്നെ ഇതൊന്നും വേണ്ട, നമ്മുടെ സാധാ തവി മതി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വെണ്ണ പോലെ ഉരുളക്കിഴങ്ങിനെ അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് കുറച്ചൊരു വേവാൻ സമയം എടുക്കുമല്ലോ. തണുപ്പല്ലേ, നേരത്തെ എടുത്ത് വെച്ചില്ല. പെട്ടെന്നുള്ള തീരുമാനമാണ്, എന്തുണ്ടാക്കും എന്നാൽ ഇതാക്കാം. എന്താ എന്നുള്ള ചോദ്യം നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ആ തണുപ്പിൽ നിന്ന് എടുത്ത് വേവിച്ചതിൻ്റെയാണ് ആ ഉരുളക്കിഴങ്ങിന് ചെറിയൊരു ഉടക്കൽ വേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ ഫ്രഷ് ഉരുളക്കിഴങ്ങാണെങ്കിൽ അങ്ങോട്ട് വെന്തുടങ്ങി കിട്ടും. ഇത് കുറേ വേവിച്ചാൽ മതിയായിരുന്നു. കുറച്ചും കൂടെ ഒരു 3-4 വിസിലും കൂടെ വരുത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ തന്നെ 5-8 വിസിൽ വരുത്തിയിട്ടാണ് നമുക്ക് ഇത്ര ആയിക്കിട്ടേ. എന്തായാലും നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ആറട്ടെ എന്നത് ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് ഉടച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ കാലിൻ്റെ ആ മാറുന്നില്ല അങ്ങോട്ടേക്ക്. എൻ്റെ നിന്നിട്ടൊന്നും ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ചെയ്യാതെ പറ്റില്ലല്ലോ, നമുക്കാരുള്ള വേറെ ഹെൽപ്പിന്. മരുമകളോ മകളോ ഒന്നുമില്ല, മോഹനല്ലേ ഉള്ളത്. അപ്പോൾ ആമ്പിള്ളേരൊക്കെ അവരൊക്കെ എനിക്ക് രാവിലെ ഒന്നും കിട്ടില്ല. വളരെ അപൂർവം ആമ്പിള്ളേർ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. പിന്നെ സഹായിക്കും കേട്ടോ, പുള്ളി എന്നെ സഹായിക്കും, ഹസ്ബൻഡ് സഹായിക്കും, പാത്രം കഴുകാനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അവർക്കൊന്നും പരിങ്ങില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം ഞാൻ തന്നെ ചെയ്യണം. അപ്പം പൂരി ഉണ്ടാക്കാന്ന് വെച്ചപ്പോൾ അത് ശരിയാവില്ല എന്ന് തോന്നി. ചപ്പാത്തി ഉണ്ടാക്കാൻ വെച്ചപ്പോൾ അതിൽ കറി എന്തായാലും ഉണ്ടാക്കണം. എന്നാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയ കറിയുടെ ഒരുപാട് എളുപ്പമായില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്നുള്ളത്. അപ്പോൾ നമുക്കതിലേക്കായിട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയെ തൂവി കൊടുക്കാം. പിന്നെ
നമുക്കൊരു വലിയ ഉരുള എടുക്കാം. വലിയ ചപ്പാത്തിയായിട്ട് തന്നെ നമുക്ക് എടുക്കാം അല്ലേ? എന്നാലല്ലേ നമുക്ക് എന്താ പറയുക പൊട്ടാണ്ട് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഭൂരിഭാഗം പേർക്കും. ഇപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലൂടെയൊക്കെ വന്ന് എൻ്റെ തന്നെ പഴയ വീഡിയോ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒന്നുകൂടി കാണിക്കണം. ഇനി പുതിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, വീണ്ടും യൂട്യൂബ് കാണാത്തവരൊക്കെ ഒത്തിരി പേരുണ്ട്. ഇങ്ങനത്തെ വീഡിയോ ഒന്നും അടിച്ച് കാണാത്തവരൊക്കെ ഉണ്ടാവും. നമുക്കറിയാം, പല വീഡിയോയിലും കാണുമ്പോൾ അറിയാം. ഞാൻ ആദ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് കേൾക്കുന്നത് വരെ ഉണ്ട് നമുക്ക്. അപ്പം നമുക്കിതാ ഇങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ എന്താണ് സാധനം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ആലു പൊറോട്ട. അപ്പോൾ ആലു പൊറോട്ടയ്ക്കുള്ള ആലു മിക്സ് നമുക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നിറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പരത്തുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഉരുളക്കിഴങ്ങ് നിറച്ച് ഉള്ളിലിരിക്കുമല്ലേ. എന്നാലും നമുക്കൊന്ന് ശ്രമിക്കാം. നല്ലോണം വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുമല്ലോ. പിന്നെന്താ, ഇതിന് പകരം നമുക്ക് വേറെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതായത് പനീർ, പിന്നെന്താ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വരെ നമുക്ക് ഉപയോഗിക്കാം. ഫിഷ് വേണമെങ്കിൽ ഫിഷ് ഉപയോഗിക്കാം. എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കാം. ആ പേരങ്ങോട്ട് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കുഴച്ച് റെഡിയാക്കി ഹോളല്ല കുഴി ഉണ്ടാക്കി, എന്താ പറയുക, ഒരു പാത്രം പോലെ. ഇനി നമുക്കിതിനെ അങ്ങോട്ട് നല്ല പോലെ പൊതിയാം. ഉരുളക്കിഴങ്ങും ഉള്ളിൽ വെച്ച് പൊതിഞ്ഞെടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഇപ്പുറത്തെ പാത്രത്തിൽ ഞാൻ ഇത് വച്ചിട്ടുണ്ട് കേട്ടോ, ഗോതമ്പ് പൊടി. കാരണം ഈ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ പൊടിയുടെ ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് പയ്യെ ഇങ്ങനെ വറുത്തി കൊടുക്കാം. ഇടയ്ക്ക് ഉരുളക്കിഴങ്ങൊക്കെ തെളിഞ്ഞു വന്നുണ്ട്. കുറച്ചും കൂടെയൊക്കെ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പയ്യെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പരത്തിയെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് വരും. പക്ഷേ അപ്പോൾ നമ്മൾ കൂടുതലൊന്ന് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പരത്തിയാൽ മതി കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ആലു പൊറോട്ട. ഇത് ഞാൻ വേറെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ പോയപ്പോൾ പണ്ട് മോൻ 5ലാണ് അങ്ങോട്ട് പഠിക്കുന്ന സമയത്തായിട്ട് ഡൽഹി പോയപ്പോൾ അവിടെ നിന്നാണ് ആദ്യമായിട്ട് കഴിക്കണ ഈ സംഭവം. ഞങ്ങൾ യാത്ര പോയപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടാണ് ജയ്പൂർക്ക് പോയി. ഡൽഹി ചെന്നിട്ട് അവർ ജയ്പൂർക്കും ഉണ്ടായി ടൂർ പാർട്ടി. അപ്പോൾ അവർ പോണ വഴിക്ക് നിർത്തിയ ഹോട്ടലിൽ ചെന്നപ്പോൾ ഇതാണ് കിട്ടിയത്. അന്ന് ആർക്കും വലിയ പരിചയമൊന്നുമില്ല. ഒന്നാമത് യൂട്യൂബൊന്നും ഇല്ലല്ലോ അധികമായിട്ടെന്ന്. അപ്പം മിക്കവർക്കും പരിചയമില്ല ഇതെന്താ സാധനം എന്ന്. ആൾക്കാരൊക്കെ ബഹളമായിരുന്നു. മര്യാദയ്ക്ക് കേരള ഫുഡ് ഇതെന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നവരായതുകൊണ്ട് എനിക്കെന്തോ കറിയൊന്നുമില്ല, ഈ സാധനം മാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ കുറച്ച് തൈര് ഇരിപ്പുണ്ട്, ഉപ്പിരിപ്പുണ്ട്, പിന്നെ ഒരു പാത്രത്തിൽ കുരുമുളക് ഇരിപ്പുണ്ട് പൊടിച്ചത് മേശപ്പുറത്ത്. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യുക, കൊച്ചല്ലേ അതിന് വിശപ്പില്ലേ, നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെറുതെ കടിച്ച് കുറച്ചൊക്കെ തിന്നു. അവനോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കറി പോലെ ആക്കിയത്. എന്നിട്ട് അതിൽ ഒപ്പിയാ കൊച്ച് കഴിച്ചു. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ കഴിച്ചു നോക്കി. അങ്ങനെയാണ് എന്ത് മനസ്സിലായത്, ആലു പൊറോട്ടയുടെ കറി എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പം മനസ്സിലായില്ലേ ആലു പൊറോട്ടയ്ക്ക് എന്താ കറിയെന്ന്? അപ്പം നമുക്കും കഴിക്കാം അങ്ങനെ ഇന്ന്. എന്തായാലും പരത്തിയിട്ടുണ്ട്. ഇനിയും ഉണ്ടാക്കിയിട്ട് കാണാം അല്ലേ. ഉണ്ടാക്കണ കാണാനൊന്നുമില്ലല്ലോ, തിരിച്ചും മറിച്ച് ഇടുക. പിന്നെ നിറയെ എണ്ണ പരട്ടി കൊടുക്കുക. ഇതിൽ തിരിച്ചും മറിച്ച് ഇടുന്ന സമയത്ത് നല്ലപോലെ വെളിച്ചെണ്ണ പരട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് മൊരിയിച്ച് നമ്മുടെ ചപ്പാത്തി പോലെ ആക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കിയിട്ട് കണ്ടാൽ മതിയല്ലോ അല്ലേ. പിന്നെ കണ്ണട വേണ്ട, കൊണ്ണടകൾ വേണ്ട. അങ്ങനെ നമ്മളുടെ ഇതാ ആലു പൊറോട്ട റെഡി. അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പേരക്ക തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആലു പൊറോട്ടയ്ക്ക് കറി എന്താണ്? കറിയുണ്ട് സ്പെഷ്യൽ. ഞാൻ പറഞ്ഞു നമ്മളന്ന് ഡൽഹി പോയി ഓർക്കണുണ്ടോ? എന്നിട്ട് വിഷ്ണു കഴിക്കാണ്ട് എന്നിട്ട് കഴിച്ചു. പക്ഷേ നല്ല ടേസ്റ്റ് ആയത്. അത് നമുക്കറിയില്ലല്ലോ അന്ന്, എത്ര വർഷം മുമ്പാ. നല്ല പോലെ അങ്ങോട്ട് ഉടച്ചിട്ട്
ഇനി ഇത്തിരി ഉപ്പിടും. അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് കാശാൻ ഇട്ട് കൊടുക്കാം. അതാത് ഇട്ടോളൂ. മതി 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 മതി. അയ്യോ കുരുമുളക് കാശാൻ ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കുരുമുളക് പൊടി ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും എടുത്താണ് എന്ത് ചെയ്യും? സ്വല്പം മുളക് പൊടി ഇടാം അല്ലേ? അടിപൊളി. ഇപ്പോൾ വരാം. നമുക്കൊരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആഹാ, എന്നെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇനി കുരുമുളക് തപ്പി പിടിച്ച് പൊടിച്ചൊക്കെ വരണം. പൊടിച്ചതൊക്കെ തീർത്തു ആശാൽ. അതെയാ കുഴപ്പമില്ല. പുളിയുണ്ടല്ലോ, പുളിയുള്ളതായില്ല. ഇത്രയും കൂടെ പുളി കുറഞ്ഞിരിക്കാം. പുളി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വലിയ ഓവർ പുളിയൊന്നുമില്ല, എരിവും അധികമൊന്നുമില്ല. മുളക് പൊടി ഇട്ടെന്ന് വെച്ചിട്ട് കുരുമുളക് പൊടിയാണ് സാധാരണ ഇടാറ്. ഞാൻ എൻ്റെ മുളക് പൊടിയാക്കി മാറ്റി. ഇനി കുരുമുളകിനെ തപ്പിയെടുത്ത് പൊടിച്ച് ഉണ്ടാക്കി വരണ്ടേ. അപ്പോൾ അതാ നല്ലതല്ലേ? കുറേ നാൾ കൂടി തോന്നിയതാട്ടോ ചെയ്തത്. അങ്ങനെ ആലു പൊറോട്ട ഇത് തന്നെ പനീർ വെച്ചുണ്ടാക്കാം. പനീറിൻ്റെ കറി ചെയ്യാം. പിന്നെന്താ മേത്തി ഉലുവേര മേത്തി പൊറോട്ട ഉണ്ട്. പിന്നെ അതുപോലെ ഹിന്ദിക്കാർക്ക് കുറേ ഉണ്ട് പൊറോട്ട എന്നുണ്ട്. കണ്ണിക്കട്ട സാധനങ്ങൾ മൊത്തം വെജിറ്റബിൾ പൊറോട്ട ആക്കി എടുക്കാം. നമുക്ക് ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേവിച്ചിട്ട് ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. നോണിനവർക്ക് നോൺ ചെയ്തെടുക്കാം. എന്തെങ്കിലും ചെയ്യാം. അപ്പം കുറേ ദിവസമായില്ലേ നമ്മളിങ്ങനെ കൂട്ടിയിട്ടല്ലേ ഫുഡൊക്കെ ആയിട്ട്. അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ല. അത് കാരണം നമ്മൾ വീഡിയോ ആയിട്ട് വന്നില്ല. നമ്മുടെ അമ്മായി വീഡിയോ ഒക്കെ ഞാനങ്ങോട്ട് തന്നെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെ തോന്നുമ്പോൾ ഇടയ്ക്ക്. അപ്പം ചെറിയ പോരായികളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. പയ്യെ നന്നാവുമെന്ന് വിശ്വസിക്കാം. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അതൊക്കെ കണ്ടിട്ട് എന്നാലും അത് പോരായിയൊക്കെ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ അല്ലേ? പിന്നെന്താ? അപ്പോൾ ഇന്ന് കുഞ്ഞു വീഡിയോ ആയിട്ട് ഇവിടെ നോക്കാം അല്ലേ? ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറകെ വരാം. തൽക്കാലം നിർത്തട്ടെ. ബൈ.